ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരുപാട് ഇഷ്ടമാകുന്ന നല്ലൊരു എനർജി ബോൾസാണ് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നമ്മുടെ വ്യൂവേഴ്സിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഇത് ഒരുപാട് ദിവസം നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. 3 ആഴ്ച വരെ നമുക്കൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് നിലക്കടലയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ നിലക്കടല എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും. കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നിലക്കടലയിലേക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആകുന്നത് വരെ ഒന്ന് വറുക്കണം. പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ നിലക്കടലയും നല്ലതുപോലെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇത് മാറ്റാം. നിലക്കടലയും വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് അവലാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ അവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അവലെടുക്കാം. വെള്ള അവലാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള അവലുണ്ടല്ലോ, അതായാലും മതിയാവും. ഏതായാലും മതി. ഞാനിപ്പോൾ ഇച്ചിരി തിന്നായിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാം നല്ലതുപോലെ വറുത്തെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. അവലിൻ്റെ കളറൊന്നും നല്ലതുപോലെ മാറണമെന്നും ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് വേണ്ടത് പൊട്ടുകടലയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അതും ചേർക്കാം. അപ്പോൾ പൊട്ടുകടല നമ്മൾ വറുക്കുന്നില്ല, കാരണം ഇത് റോസ്റ്റ് ചെയ്തതാണ് ഈ പൊട്ടുകടല, അതിൻ്റെ പേരിലാണ്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം ഇതിൻ്റെ കൂടെ ചേർക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിയാണ്. അപ്പോൾ ചുക്കിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മണമില്ല നമുക്കിതിന് കിട്ടും, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മാക്സിമം നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കിട്ടിയാൽ മതിയാവും. നല്ലതുപോലെ ഇങ്ങനെ പൗഡർ പോലെ ആകണമെന്ന് ആവശ്യമില്ല, എന്നാലും മാക്സിമം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ പൊടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളാണ്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. ഈ കറുത്ത എള്ളൊക്കെ നമ്മൾ ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിങ്ങനെ ഓരോ ബോൾസായിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോഴത്തേക്കും. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. ഞാനിപ്പോൾ 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെറും 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. നമ്മൾ ഈ ഷുഗർ സിറപ്പൊക്കെ തയ്യാറാക്കില്ല, ഇങ്ങനെ ഒരു സ്ട്രിങ് അളവിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട്. കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഉള്ളത്, അതായത് നല്ല തിളയ്ക്കുന്ന ചൂടായിട്ടാണ് ഉള്ളത്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒരു 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ അളവിൽ ചേർക്കാം. അതിനുശേഷം ഒരല്പം ശർക്കര ഉരുക്കിയതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോൾസാക്കി തയ്യാറാക്കി എടുത്താൽ മതിയാവും. ഫസ്റ്റ് നമ്മൾക്ക് ഇങ്ങനെ കൈ വെച്ച് എടുക്കുമ്പോഴത്തേക്ക് നല്ല ചൂടായിരിക്കും. അപ്പോൾ ആ ചൂട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കൊള്ളുന്ന ആ ഒരു ഇത് വേണം. എന്നിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട്.
നമ്മൾ ഈ ശർക്കര ഉരുക്കിയതെല്ലാം ഇത്രയും ചൂടോടുകൂടി ചേർക്കണം എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൾസ് എല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഇത് തണുക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ബോൾസ് എല്ലാം തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്, കുറച്ച് കഴിയുമ്പോഴും അങ്ങനെ അതേപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മളിങ്ങനെ ചൂടോടുകൂടി ചേർക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയാവും. അങ്ങനെയാണ് നമുക്കിത് 3 ആഴ്ച വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ബോൾസിൻ്റെ ഷേപ്പിൽ പിടിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വലിയ പാടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് ബോൾസാക്കി തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാൽ ശരി, നമുക്കിതുപോലെ തന്നെ എല്ലാം ബോൾസാക്കി മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് എത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു എനർജി ബോൾസ് ആണെന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി നോക്കിയാലേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒന്നാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ ഫീഡ്ബാക്കും അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ഈ എനർജി ബോൾസ് കണ്ടതിന് ശേഷം ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.